ആലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടിനാൻ ചെങ്കതടി കൂപ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ ആന കേറാം വീട്ടിൽ ഇനിയായിരത്തിരി കൊളുത്താൻ ഇനിയുമീ കഥകളിൽ ഇളവേ. അതേ മക്കളെ, അങ്ങനെ കാത്തിരുന്ന് ഇന്നാണ് ആ സുദിനം. നമ്മുടെ എല്ലാവരുടെയും സ്വപ്ന ദിവസം, അവരുടെയും നമ്മുടെ എല്ലാവരുടെയും ഒരേപോലെയുള്ള സ്വപ്നമായിരുന്നു അഞ്ജുവിൻ്റെ അപ്പൻ്റെയും കല്യാണം. അത് ഇന്നാണ്. ഇന്നെന്ന് പറയുമ്പോൾ 12-ാം തീയതി ആയിരുന്നു. വീഡിയോ വരുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച മേലൊക്കെ ആയി. ഓണം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് പനിയാണ്. ഞങ്ങളെല്ലാവരും റെഡിയായി നേരെ പോയത് അപ്പൂൻ്റെ വീട്ടിലേക്കാണ്. അവിടെ അവരെല്ലാവരും റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. മുഹൂർത്തം രാവിലെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ നമ്മൾ പെണ്ണ് വീട്ടിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ അതേ അപ്പുവൊക്കെ റെഡിയായി വന്നിട്ടുണ്ടോ, ഗിരിച്ചിട്ട് റെഡിയായി. ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് രാവിലെ തന്നെ. എല്ലാവരും കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ രാവിലെ ആയിരുന്നു മുഹൂർത്തം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒക്കെ വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു ട്രിപ്പ് അടിക്കാനായിട്ട്. അപ്പോൾ ആൾക്കാരൊക്കെ പയ്യെ വന്നോളുമല്ലോ. പിന്നെ അധികം ദൂരമൊന്നുമില്ല, 5 മിനിറ്റ് പോലും വേണ്ട. എൻ്റെ വീടിൻ്റെ അടുത്താണ് അഞ്ജുവിൻ്റെ വീട്. അപ്പോൾ അതേ നമ്മൾ കാറയിലൊക്കെ കയറി. ഞാനും അനുമോളും രേവതിയൊക്കെ ഒരുങ്ങിയത് നമ്മുടെ രമ്യ ചേച്ചിയുടെ ബ്യൂട്ടി പാർലറാണ് കേട്ടോ. ഞാൻ സാരി മാത്രമേ എടുത്തുള്ളൂ. അനുമോൾ ഫുൾ മേക്കപ്പ് ഒക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതേ കാറിൽ കയറി ഞങ്ങളെല്ലാവരും, രേവതി, ഞാനും ചിറ്റയും വിധുക്കുട്ടനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടിച്ചു കുത്തിയാണ് പോകുന്നത്. എന്ന് വെച്ചാൽ കാറിലധികം സ്ഥലമില്ല. അപ്പോൾ അതേ അവനെ കെട്ടാൻ പഠിപ്പിക്കുവാണ് കാറിലെ ചേട്ടൻ കേട്ടോ. ഒരു പ്ലഗ് എടുത്തിട്ട് ഒരു വയറെടുത്തിട്ട് ഇങ്ങനെയൊക്കെയാടാ കെട്ടണേന്നൊക്കെ പഠിപ്പിച്ച് കൊടുക്കുവാണ്. പുള്ളിക്കൊരു ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അവൻ ചിലപ്പോൾ ഈ വീഡിയോ ഞാൻ ഇട്ടെന്നറിയുമ്പോൾ അവൻ്റെ കൊല്ലുമായിരിക്കും, സാരയില്ല. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ അവനെ ബൊക്കയും മാലയും കൊടുത്ത് അളിയൻ സ്വീകരിച്ച് അകത്ത് കയറ്റിയായിരുന്നു. അപ്പോൾ അതേ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ചുറ്റും നോക്കണം അഞ്ജുക്കുട്ടീനെ കേട്ടോ. അപ്പോൾ അതേ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവന് ടെൻഷൻ ഉണ്ടോടാ എന്നൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ അഞ്ജുക്കുട്ടി വന്നു. രാവിലെ ആയതുകൊണ്ട് അധികം ആൾക്കാരെത്തിയിട്ടില്ല. അപ്പോൾ അതേ അഞ്ജുക്കുട്ടി പ്രദക്ഷിണമൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അഞ്ജുക്കുട്ടി റെഡിയായതൊക്കെ അടിപൊളിയായിരുന്നു. നല്ല ഫസ്റ്റ് ലുക്ക് അടിപൊളിയായിരുന്നു. നമുക്കൊരു സാരി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. സെറ്റ് സാരി ഒന്നും ഇല്ലായിരുന്നു, ഒറ്റ സാരി ഉണ്ടായിരുന്നുള്ളൂ. ബ്ലൗസിലും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത് അവൾ തന്നെയാണ്. അപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അതിൻ്റെ കയ്യിലില്ല. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് അവരിതേ അമ്മയായിട്ട് ചിറ്റിയായിട്ട് ഫോട്ടോ എടുക്കുവാണ്. ചിറ്റപ്പൻ മരിച്ചു പോയിട്ടോ. അപ്പോൾ അതേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണം. സുമാമ്മയും ബാവച്ചനുമാണ് നിൽക്കണം, അഞ്ജുക്കുട്ടിയുടെ അച്ഛനും അമ്മയും. അത് കഴിഞ്ഞപ്പോൾ ദേ അവർ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണം. ശാന്തി അവിടെയുണ്ട്, ഞങ്ങൾ ഈ സൈഡിലുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ വന്നു നമ്മുടെ സൈഡിൽ നിന്ന്. അതായത് ദേവത്തെ പരീക്ഷ കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു. ദേവട്ടൊരു പരീക്ഷ ഉണ്ടായിരുന്നു. അവൻ്റെ ഷർട്ടും കുർത്തയായിരുന്നു, അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടമായി. അത് കഴിഞ്ഞ് കെട്ട കഴിയുമ്പം പെണ്ണിൻ്റെ സൈഡിൽ നിന്ന് അവർക്ക് രണ്ടുപേർക്കും മധുരം കൊടുക്കണ ചടങ്ങുണ്ടല്ലോ, അതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല എല്ലാവരും വന്നായിരുന്നു. അപ്പോൾ ഇതാണ് നാത്തു, അഞ്ജുവിൻ്റെ ചേട്ടൻ്റെ വൈഫാണ്. അവരുടെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഗുരുവായൂർ പോയ വീഡിയോ ഒക്കെ ഇട്ടില്ലായിരുന്നു. അപ്പോൾ അതെ, അഞ്ജുവിൻ്റെ വീടെന്ന് പറഞ്ഞാൽ റോഡിൻ്റെ പറ്റിയാണ്, കാലെടുത്ത് വെക്കണ റോട്ടിലേക്കാണ്. നമ്മൾ ദേവനെയൊക്കെ മുടി വെട്ടാൻ പോണ കടയാണ് വാദിക്കുക മിസ്റ്റർ കട്ട്സ്. അപ്പോൾ നിൽക്കാനൊന്നും അധികം സൗകര്യമില്ല. അപ്പോൾ അതുകൊണ്ട് റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും ഒക്കെ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചോറുണ്ണാനായിട്ട് പോയി. നമുക്ക് 12:15 നമുക്ക് വീട്ടിൽ കയറണം, അതായത് ചെറുക്കൻ്റെ വീട്ടിൽ കയറണം. അപ്പോൾ പടപടപടേന്ന് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ചോറുണ്ണാനുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ. അപ്പോൾ അതേ ആര് ചേച്ചി എല്ലാവരും ഉണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ആ ഏരിയയിലേക്ക് പോവാണ്. ഞാൻ എൻ്റെ ഔട്ട്ലുക്കൊക്കെ കാണിക്കുവാണ്. സിമ്പിളായിട്ടാണ് ഞാൻ ഒരുങ്ങിയത്. എൻ്റെ സാരി എനിക്കിഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇപ്പുറത്തേക്ക് വന്നു. എല്ലാവരും ഒക്കെ ആയിട്ട് ഊട്ടി അമ്മയും ചേച്ചി എല്ലാ ചിറ്റന്മാരൊക്കെ ഓപ്പോസിറ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് കളിച്ചിരിച്ചൊക്കെ എല്ലാവരുമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവരോട് ഞാൻ പറയുവാണത് എൻ്റെ യൂട്യൂബിൻ്റെ വീഡിയോ അപ്പുറത്ത് ചേച്ചി എടുക്കുന്നുണ്ട്, നിങ്ങൾ മാറി നിൽക്കാൻ അപ്പാവരോടും ചേട്ടനോടൊക്കെ പറയുവാട്ടോ. പിന്നെ സദ്യ അടിപൊളിയായിരുന്നു. അതിലെടുത്ത് പറയേണ്ടത് പായസമായിരുന്നു കേട്ടോ. സദ്യ കുറേ ആയില്ല കഴിച്ചിട്ട്. നമ്മൾ മിസ്കൂൻ്റെ കഴിച്ചതാണ്. സദ്യ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും
ഒരു പ്രിയമാണല്ലോ. അതേപോലെ തന്നെ എനിക്കും ഇഷ്ടമാണ് സദ്യ. പായസത്തിൻ്റെ കാര്യം ഒന്നും കൂടി എടുത്ത് പറയണം, അടിപൊളി പായസമായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. സദ്യ അടിപൊളിയായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം പരിപ്പൊക്കെ കൂട്ടി ചോറിനാണ് ഇഷ്ടം. അത് കഴിഞ്ഞ് സാമ്പാർ ഒഴിക്കണതാണ് ഇഷ്ടം കേട്ടോ. ഇതായിരുന്നു പാലട പായസം, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് സമയമില്ലാത്തതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ചൊക്കെ ഒഴിച്ച് നമ്മൾ കഴിച്ചിട്ട് വന്നിട്ട് അവർക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ അവൻ്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അധികം സമയമില്ലല്ലോ, നമുക്ക് ചെറുക്കൻ്റെ വീട്ടിൽ ടൈമുണ്ട് ആവശ്യത്തിന്. അപ്പോൾ ഇതേ ഓരോ കാര്യങ്ങളൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചേട്ടായി, എൻ്റെ ഹസ്ബൻഡ് വന്നത് ചന്തുവാണ്. പുള്ളി ഇച്ചിരി ലേറ്റായാണ് വന്ന്, സുമോൻ ചേട്ടനും ചേട്ടായി. അപ്പോൾ അവരൊക്കെ ആയിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോരാൻ സമയമായി. അപ്പോൾ അഞ്ചിന് കുറച്ച് കസിൻസൊക്കെ വന്നു. അപ്പോൾ അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞത് നമ്മൾ അവരുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് ദക്ഷിണ കൊടുത്ത് നമ്മൾ ഇറങ്ങാൻ നിൽക്കും കേട്ടോ. അഞ്ചുവിൻ്റെ അമ്മ, അച്ഛൻ, കസിൻസ്, അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ മേടിച്ച് ചേട്ടൻ്റെയും ചേച്ചിയുടെയൊക്കെ മേടിച്ച് അവൾ കരയൊക്കെ ചെയ്തു. അത് എല്ലാ സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ളത്. അഞ്ചുക്കുട്ടി കരയണമൊക്കെ സമാധാനിപ്പിക്കണം. അപ്പോൾ ആ വണ്ടി ഇരിക്കുന്ന ഏട്ടൻ പറയുന്നത് കരഞ്ഞോടി കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറയും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളത് വീട്ടിൽ വന്നു. വലത് കാലം വെച്ച് അഞ്ചുക്കുട്ടി കയറാൻ പോണത് ആറ് അങ്ങനെയല്ലേ പറയണേ, അതുകൊണ്ട് പോണത് നമ്മുടെ സർലാമ വെച്ചിട്ട് വിളക്കായിട്ട് പോണു. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ ആ സൈഡിൽ നിന്ന്, അതുകൊണ്ടാട്ടോ അങ്ങനെ നല്ല പോലെ കാറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഇവർ വിളക്കൊന്നും കൂടി കെട്ടായിരുന്നു, അപ്പോൾ ഒന്നും കൂടി കത്തിച്ച് കൊടുക്കുക കേട്ടോ വിളക്ക്. അത് കഴിഞ്ഞപ്പോൾ മറ്റേ ആരതിയെ കൊഴിഞ്ഞ് അവരകത്തേക്ക് സ്വീകരിക്കുവാണ്. അപ്പോൾ വിളക്ക് കൊടുക്കിട്ടേ അനുമോള് അഞ്ചുകുട്ടിയുടെ സാരി വെക്കാൻ മുന്നേ നിൽക്കുക കേട്ടോ. അവളുടെ റോളോടെ അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്യുന്നത് ചിറ്റേനെയൊക്കെ തട്ടി മാറ്റിയാണ് സാരി പൊക്കണത്. ഒക്കെ തട്ടാതിരിക്കാനായിട്ടേ പൊക്കമുണ്ട്. അതുകൊണ്ട് അഞ്ചുകുട്ടി താഴത്തോട്ട് നോക്കണ്ട, വിളക്കായിട്ട് ശ്രദ്ധിച്ചോ. നമ്മുടെ വീട്ടിൽ വന്നപ്പോഴും ഇങ്ങനെ പാല് കൊടുക്കണ ചടങ്ങുണ്ടല്ലോ, മധുരം കൊടുക്കണം, അത് കൊടുത്തോണ്ടിരിക്കും കേട്ടോ. ഞാൻ ഡബ് ചെയ്യുമ്പോൾ വിതുക്കുട്ടൻ എൻ്റെ അടുത്തുണ്ട്, അതുകൊണ്ടാട്ടോ ഒച്ച കയറി വരുന്നത്. എനിക്ക് വയ്യാണ്ടിരിക്കുക. അത് കഴിഞ്ഞ് അച്ചമ്മ കൊടുത്ത്, അച്ചമ്മ കുറുക്ക് കൊടുക്കുമ്പോഴാണ് അപ്പൂന് പാല് കൊടുക്കണം. ക്യാമറയൊന്നും നോക്കാണ്ട് വാരിക്കോരി ഒഴിക്കും, അവൻ്റെ മേത്തൊക്കെ ചിരിച്ച വീടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും ഒക്കെ പോകാൻ നിൽക്കുകയാണ്. വൈകുന്നേരം 6 മണിക്കാണ് റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 12 മണിയല്ലേ ആയുള്ളൂ. അപ്പം സമയമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് സ്റ്റേജിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സ് മാറാനായിട്ട് വീട്ടിലേക്ക് വന്നായിരുന്നു. ആവി എടുത്തിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ അത് എല്ലാവരും കൊണ്ട്, അച്ഛൻ്റെ പെങ്ങന്മാർ, ദുഷാമ ആദ്യം കണ്ടതിലുള്ളത്, അപ്പ മഹിളാമണി എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും ഒക്കെ റെസ്റ്റ് എടുക്കുവാണ്. അത് എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് പിള്ള സെറ്റൊക്കെ ഇവിടെ ഉണ്ട്. അത് ഞാൻ തിരിച്ച് ഞാനും അനുമോളും കൂടി ഇവിടെ വന്നായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അഞ്ചുകുട്ടി ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറണമെന്ന് പറഞ്ഞു. ഞാൻ വന്നപ്പോൾ അവർ മാറിയായിരുന്നു കേട്ടോ. അനുമോൾ കുറച്ച് മുമ്പ് പോയി. അപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കലവറയിൽ വൈകുന്നേരത്തെ റിസപ്ഷൻ്റെ ഫുഡൊക്കെ റെഡി ആകണം. അപ്പോൾ ഇവിടെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കാൻ പറഞ്ഞു വൈകുന്നേരത്തെ പരിപാടിക്ക്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിറ്റയൊക്കെ. പിന്നെ എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറയണം. അപ്പോൾ വൈകുന്നേരത്തെ ഫുഡെന്ന് പറയുന്നത് നെയ്ച്ചോറും ബീഫും, ദോശ, ചമ്മന്തി, പിന്നെ ഓംലേറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടായി അവിടെ ഇരുന്ന് ഗ്രൈൻഡറ് തേങ്ങ ചേർന്നുണ്ട്. അപ്പോൾ ചേട്ടായി കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞത് കാണാൻ നല്ല ഭംഗിയില്ല, അതിങ്ങനെ തെളിക്കണം കാണാനായിട്ട് തേങ്ങ. അപ്പോൾ അത് കുറച്ച് നേരം കണ്ട് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ കലവറ ചേട്ടന്മാരോട് ഞാൻ ചോദിച്ചു, ഞാൻ യൂട്യൂബിലേക്ക് നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ, പാചകത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ ഒപ്പിയെടുത്തോട്ടെ എന്ന് ചോദിച്ചു. അതിനെല്ലാം നീ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അണ്ണായി ഞാൻ വീഡിയോയും കൊണ്ട് വരുന്നുണ്ട്, ചട്ടകത്തെ പിടിച്ച് പണിയെടുക്കണമായിട്ട് ഇളക്കാൻ വരും കേട്ടോ. അപ്പോൾ ഇതാണ് സുധീഷ് അണ്ണായി. ഓരോന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കൊണ്ട് നടക്കുവാണ് അവർ. വിതുക്കുട്ടൻ അച്ഛാട്ടോ നിങ്ങൾ കേൾക്കണത്. ആളുടെ ബെൽറ്റ് ആവാനായിട്ട് വെള്ളത്തിട്ടിട്ടുണ്ട്. അപ്പോൾ സുധീഷിനെ പറയേണ്ടി ഇതൊന്നും എടുക്കല്ലേ, ആൾക്കാർ വല്ലതൊക്കെ പറയുമെന്നൊക്കെ പറയുന്നത്. അണ്ണായുടെ കയ്യിലേക്ക് ഇളക്കാനായിട്ട് ചട്ട എടുത്ത് കൊടുത്തു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടോ. പച്ചവെള്ളത്തിയിട്ട് എന്ത് ഇളക്കാനാണ് ഗൈസ്. അപ്പോൾ ഞാൻ പറയാം അണ്ണായി നല്ലൊരു ഇളക്കുകാരനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അതേ അനുമോള് ആ ഫ്രണ്ടിൽ കിടക്കുന്ന കാർപ്പറ്റിൽ നിറച്ച് മണ്ണായിരുന്നു, അടിക്കുവാട്ടോ. സ്റ്റാർട്ട് ചെയ്യാൻ പോകാട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് മീഷോയിൽ നിന്ന് എടുത്താണ്. പിന്നെ മാലയാണേലും കമ്മൽ, ഡാൻസ് ഉണ്ടല്ലോ, അപ്പോൾ ഇച്ചിരി ഹെവി ആയിട്ട് ഇത്ര പൊട്ടിയില്ല കേട്ടോ, ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ണെഴുതിയിട്ടില്ല, കണ്ണെഴുതണ സാധനം ഞാൻ എടുത്തില്ല, അത് അനുമോൾ എടുത്തുണ്ട്. അപ്പോൾ എല്ലാവരും പോയി റെഡിയായി. പോയാലോ?
അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്, ഇത് ലുക്ക് കേട്ടോ. വീടിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ദേവൂട്ടം നടന്നു വരുന്നുണ്ട്. നമ്മളില്ലേ നമ്മളൊന്ന് വിധുവിനെ എടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് മാറുന്നു. എൻ്റെ ഉടുപ്പ് കീറും. വിടടാ. ഓൾമോസ്റ്റ് കസിൻസും കാര്യങ്ങളൊക്കെ അപ്പൂൻ്റെയൊക്കെ ഇതിൽ അമ്മ ജോലി വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റേജൊക്കെ ഓക്കെ ആയി. അപ്പോൾ അവളുടെ ഡ്രസ്സ് ഇതായിരുന്നു കേട്ടോ. എനിക്കിത് ഇഷ്ടമായി. ആ മാലയൊക്കെ ഇഷ്ടമായത്. വീതുക്കുട്ടൻ്റെ ഡ്രസ്സ് അടിപൊളിയായിരുന്നു. ദേവൻ്റെ കുഞ്ഞിന് തൊടുപ്പാണ്. അപ്പോൾ അവിടെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പിള്ളേരും വലിയവരും ഒക്കെ ഒരേപോലെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഒരെണ്ണം എടുത്ത് തട്ടി. നല്ല ടേസ്റ്റായിരുന്നു ആ വെൽക്കം ഡ്രിങ്കിന്. അപ്പോൾ അതൊക്കെ എടുത്ത് കുടിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ തൊണ്ടയൊന്നും പാടില്ല, തനക്കാൻ പാടില്ല. പിന്നെ ഓണത്തിന് കുറേ വെള്ളമൊക്കെ കുടിച്ചായിരുന്നു തണുത്തത്. അപ്പോൾ അവൾ പറയും അവളുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുക്കണേ എന്നൊക്കെ പറയുന്നതായിരുന്നു. അനുമോളുടെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേച്ചി അവളെ വെൽക്കം ഡ്രിങ്കൊക്കെ എടുക്കുവാണ്. എല്ലാവരും തട്ടിക്കൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ അഞ്ജുവിൻ്റെ വീട്ടിൽ ആൾക്കാരൊക്കെ വന്നു, വിരുന്നുകാരൊക്കെ വന്നു. അപ്പോൾ നമ്മൾ പയ്യെ കേക്ക് മുറിക്കാനായിട്ട് പോവുകയാണ്. ദേവനും ദക്ഷ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. നിങ്ങൾ അവരെ സൂം ചെയ്ത് നോക്കിക്കോളൂ. അവരും കേക്ക് അവർ കൈമാറുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരും വെച്ച് കൊടുക്കുന്നുണ്ട്. അവൻ്റെ പെങ്ങളാട്ടോ ദക്ഷ, അവൻ്റെ ചേച്ചിയാണ്. അപ്പോൾ അവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പവും അഞ്ചും കേക്കൊക്കെ കൊടുത്തു. പിന്നെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചൊക്കെ കൊടുത്തു. ഗിരിയച്ചിട്ടൊക്കെ കൊടുത്തു. പിന്നെ ഇതായിരുന്നു കേട്ടോ അഞ്ചുക്കുട്ടിയുടെ അപ്പൂൻ്റെയും റിസപ്ഷൻ്റെ ഡ്രസ്സ് അടിപൊളിയായിരുന്നു. ഇത് ഞങ്ങളുടെ ഡാൻസ് ആയിരുന്നു. ഇത് 4 രീതിക്കാണ്. ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനൊന്നും സമയമില്ലായിരുന്നു കേട്ടോ. ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന പിള്ളേർ ആ ഒരു ദിവസം മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എക്സാം ആയിരുന്നു അവർക്ക്. അത് അത്രയ്ക്ക് ശരിയായില്ല. എന്നാലും ഞങ്ങളെ കൊണ്ടാക്കുന്ന രീതി ഞങ്ങൾ കളിച്ചു. അത് കഴിഞ്ഞ് എല്ലാ ഫുഡൊക്കെ കഴിച്ചു. ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഡാൻസും പാട്ടും നമ്മുടെ അത് അവസാനത്തെ കല്യാണമായിരുന്നു നമ്മുടെ കുടുംബത്തിലെ. അത് കഴിഞ്ഞ് അവർ സ്റ്റേജിൽ നിന്നൊക്കെ ഇറങ്ങി കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്നു. കുറച്ചേരം അവിടെയൊക്കെ ഇരുന്ന് സുധീഷനായാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ എല്ലാവരും ഒക്കെ ഫുഡൊക്കെ കഴിച്ച് പോയി. പിന്നെ നമ്മുടെ കുടുംബക്കാരും അപ്പൂൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഡാൻസ് കളി, പാട്ട്, മേള, ഈ ഒരു പരിപാടി 1:30 വരെ നീണ്ടു നിന്നായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. നമുക്ക് എപ്പോഴും ഇങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ സുധീഷനായി കേട്ടോ. ഇത് അവൻ്റെ കൂട്ടുകാരന്മാരാണ് അപ്പൂൻ്റെ. ഞാൻ ആകെ വിഷമിച്ചായിരുന്നു ഗൈസ്. അപ്പോൾ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആട്ടോ. രാത്രിയിലെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. പിറ്റേ ദിവസമാണ്. അപ്പോൾ നമ്മൾ വട്ടും കരളും ചിക്കനും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പന്തലഴിക്കണവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു. അനുമോള് കൂളിംഗ് ഗ്ലാസ് വെച്ച് സബോള അരിയാണ് കണ്ണ് നീറാണ്ടിരിക്കാനായിട്ട്. അത് ചിക്കൻ മുളകൊക്കെ പുരട്ടി വെച്ചേക്കണു. പിന്നെ വറക്കുന്നുണ്ട് ഒരു സെക്ഷൻ ഇപ്പുറത്ത്. അഞ്ചുകുട്ടിയും അപ്പുമൊക്കെ അപ്പുറത്തുണ്ട് കേട്ടോ. അവരും എന്തോ കാര്യമായിട്ട് തിരക്കാണ്. സ്റ്റേജും കാര്യങ്ങളൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കസിൻസും കാര്യങ്ങളൊക്കെ പോയി. കുറച്ച് പേരുണ്ട് വെളിയിൽ പാചകം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ. പിന്നെ കുറച്ച് പാത്രവും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ഇൻട്രോ എടുത്തില്ല കേട്ടോ. ഞാൻ ഇപ്പോഴും കല്യാണ വീട്ടിൽ തന്നെയാണ്. പോന്നിട്ടില്ല ഇവിടുന്ന്. അവിടുത്തെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഇറങ്ങിപ്പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ നിന്ന് വൈകുന്നേരം പോകും കേട്ടോ. നാളെ ഓണമല്ലേ, ഉത്രാടം തിരുവോണമൊക്കെ അല്ലേ, നാളെ ഉത്രാടം. അപ്പോൾ അതുകൊണ്ട് പോകും ഞാൻ. ഇവിടെ കുറച്ച് അമ്മ വന്നിട്ടില്ല. അമ്മയ്ക്ക് ഇന്ന് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ വന്നിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കണം. എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. എൻ്റെ കമ്മൽ കണ്ടിട്ട് കാത് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് കമ്മലിട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കമ്മലൂരിയിട്ടേക്കാണ്. പിന്നെ കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ വീഡിയോയ്ക്ക് കുറച്ച് ഷേക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് എടുക്കാൻ എനിക്ക്
പാത്രവും കാര്യങ്ങളൊക്കെ കഴുകി ആ വീഡിയോ അനുമോളുടെ കയ്യിലാണ്, അവളെനിക്ക് സെൻഡ് ചെയ്ത് തന്നില്ല കേട്ടോ. കലവറയിലെ കുറച്ച് പാത്രങ്ങളാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ജൂഡിയാണ് ചായ വെക്കാൻ കയറിയത് കേട്ടോ. അവളുടെ ചായ എങ്ങനെയുണ്ടെന്ന് അറിയാം. അപ്പോൾ ഇത് നമ്മൾ വെച്ച കറിയും കാര്യങ്ങളൊക്കെയാണ്. വൈകുന്നേരം ചായക്കും കടി മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ, നെയ്യപ്പവും പിന്നെ പത്തിരി, വട, മുളക് വട, അങ്ങനെ പരിപ്പുവടയൊക്കെ മേടിച്ചപ്പോൾ എല്ലാവർക്കും ചായ എടുക്കുവാണ്. ഞാനും കുടിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടാണ് കുടിക്കുന്നത്, കൊള്ളിയലടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡെസ്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മുറ്റത്ത് തന്നെ ചായ കുടിക്കാനായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും കൂടി മുറ്റത്തൊക്കെ ഇരുന്നു, പിള്ളേർക്ക് കൊടുത്തു, ചിറ്റയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ ബൈ, സീ യു.